അപ്പോൾ ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു കരിവീട്. അപ്പോൾ മഴയൊക്കെ പോയി ദുബായിൽ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവരും പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് കാറുകളൊക്കെ അടുക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ. അപ്പോൾ രാവിലത്തെ സമയമായപ്പോൾ ഇത്തിരി ലേറ്റായി, ഒരു 10 മണിയൊക്കെ ആയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. സാറ്റർഡേ ലേറ്റായിട്ട് കഴിച്ചാൽ മതിയല്ല. അപ്പോൾ എന്താ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്? $250 ഗ്രാം മുഴുവൻ ഉഴുന്ന്, ഒരു 100 ഗ്രാം ചെന്ന ദാള്, ഒരു 50 ഗ്രാംസ് ഓഫ് സാമ്പാർ തൂർ ദാള്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം കായം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽ മുളക്. ആദ്യം നമ്മൾക്ക് ഇതെല്ലാം വറുത്തെടുക്കണം. ഓക്കെ, പാൻ വെച്ചു, ഗ്യാസ് കത്തിക്കാം. ഈ പാൻ ഒന്ന് ചൂടാവണം. പാൻ ചൂടായി, നമ്മൾക്കിനി ഉഴുന്നിട്ട് കൊടുക്കാം. നല്ല ഒരു ബ്രൗൺ കളറ് വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. അടി പിടിക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആക്കണ്ട. ഇതായി കഴിഞ്ഞു. ഞാനിനി ഒരു ട്രേയിലോട്ട് മാറ്റുകയാണ്. ഇനി അടുത്തത് നമുക്ക് ചെന്ന ദാൽ ഇട്ട് കൊടുക്കാം. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെന്ന ദാളും റോസ്റ്റഡായി. അപ്പോൾ ഞാനിത് ട്രേയിലോട്ട് മാറ്റാൻ പോവാണേ. ഇതിൻ്റെ ഒപ്പം തട്ടി കൊടുക്കാം. ഇനി അടുത്തത് തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്. ഇതൊന്നും നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തുവരപ്പരിപ്പും റോസ്റ്റഡായി, നല്ല മണം വരുന്നുണ്ട്. റോസ്റ്റായി എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. എടുക്കാം, നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അരിയും ഇവിടെ സ്ലൈറ്റ്ലി ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ആ കായം പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അതും നമുക്കിതിനകത്ത് വറുത്തെടുക്കാം. നമ്മുടെ കായം റോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. നമുക്കിനി അത് എടുത്തു മാറ്റാം. ആ കായം നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതിനകത്ത് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് തണ്ടോടുകൂടി ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള സീഡ്സ് ഒക്കെ പുറത്ത് വന്നിട്ട് അത് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. കാശ്മീരി മുളക് റോസ്റ്റഡ് ആയിട്ടുണ്ട്, നമുക്കിനി എടുത്ത് മാറ്റാം.
ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് റോസ്റ്റഡായി നമുക്കിനി മാറ്റാം. ഇനി ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ കഴുകി ഇത് ഉണക്കിയതാണ്, വെള്ളമയം ഒട്ടും പാടില്ല. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും റോസ്റ്റഡായി ഇങ്ങനെ കിളിക്കിളിക്കില്ലെന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്ക് റോസ്റ്റഡായി എന്ന് മനസ്സിലാക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി വെച്ചേക്കാം. വേഗം തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റെഡി ടു യൂസ് ഇഡ്ലി ദോശ ബാറ്ററാണ് യൂസ് ചെയ്യുന്നത്. നന്മയുടെ ആണിത്. നമുക്ക് മാവ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്യണം. ഇനി നമുക്ക് തട്ടിൽ ഇഡ്ലി ഒഴിക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇഡ്ലി തട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ ഇഡ്ലി ആയിട്ടുണ്ടോ നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്, കുറച്ചുകൂടെ. നമ്മൾ വറുത്ത് വെച്ചത് തണുത്ത് കഴിഞ്ഞു. നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് വരാം. ഇനി നമ്മുടെ ചമ്മന്തി പൊടിക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറുത്തതെല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇത് ചൂടായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ മിക്സിയിൽ അടിച്ചത് കൊണ്ട് നമ്മൾക്കപ്പോൾ ആ ട്രെയിലിട്ട് ഒന്ന് തണുപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ വേണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തിൽ പൊടി ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇഡ്ലി പ്ലേറ്റ് ചെയ്യാം. നമുക്ക് ഗീ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഗീ പൊടി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ പോയി കഴിക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ ഞങ്ങൾ പിന്നെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ദിസ് ഈസ് കറിവീട് സൈനിങ് ഔട്ട്.